Press. Hello, hi, good morning. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? Am I visible? Hello? Hello, hi everyone. Yes, very good. Thank you so much for joining. ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തു. ഇന്നത്തെ മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? How was the meditation? നല്ല രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെൽഫ് ലവ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ ആണ് അല്ലെ? സെൽഫ് ലവ്, അതായത് സെൽഫ് ലവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്നേഹം, നമ്മളോട് സ്നേഹം. ഓക്കെ, അപ്പം ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയാണ്, ഹൗ ടു കൾട്ടിവേറ്റ് സെൽഫ് ലവ്. നമുക്ക് എങ്ങനെ നമ്മുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാൻ പറ്റും, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ. വളരെ നല്ല ഹാപ്പി ആണെന്ന് പറയുന്നു ഷഹീറ. ഓക്കെ, ഒരുപാട് പേര് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇന്നത്തെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? സൂപ്പർ ആണെന്ന് പറയുന്നു. എന്താണ്, വാട്ട് യു ഫീൽ നൗ? ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണ്? മെഡിറ്റേഷൻ അടിപൊളിയാണ്. ഇപ്പോഴുള്ള ഒരു ഫീലിംഗ് എന്താണ്? ജസ്റ്റ് ലെറ്റ് മീ നോ വാട്ട് ഈസ് യുവർ ഫീലിംഗ്. വാട്ട് ഡു യു ഫീൽ നൗ? എന്താണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമാണോ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളോട് എന്താണ് ഫീൽ ചെയ്യുന്നത്? വാട്ട് ആർ യു ഫീലിംഗ് നൗ? ജസ്റ്റ് ലെറ്റ് മീ നോ. ജസ്റ്റ് ലെറ്റ് മീ നോ. വാട്ട് ആർ യു ഫീലിംഗ് നൗ? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ജസ്റ്റ് ലെറ്റ് മീ നോ. ഒരു വൈബ്രേഷൻ വന്നു. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്താണ് വന്നിട്ടുള്ളത്? ജസ്റ്റ് ലെറ്റ് മീ നോ. വാട്ട് ആർ യു ഫീലിംഗ് നൗ? ഓക്കെ, വാട്ട് ആർ യു ഫീലിംഗ്? എന്തൊക്കെയാണ് ഫീലിംഗ്? നിങ്ങളുടെ ഫീലിംഗ്സ് എന്താണ്? സ്നേഹം വന്നു. ഓക്കെ, വെരി ഗുഡ്. സ്നേഹം വന്നു. നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ വന്നു. നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. വെരി ഗുഡ്. വേറെ ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവർക്കും എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ബിക്കോസ് ദിസ് ഇസ് യുവർ ലവ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് മറ്റുള്ളവരെയും കൂടി ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ സെഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയുക. കാരണം മറ്റുള്ളവർക്ക് എന്താ വെച്ചാൽ നാളെ നമ്മുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രചോദനമാകും എന്നുള്ളതാണ്. ചില ആൾക്കാർ വൈകി എത്തുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾ നൽകുന്ന ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യുമ്പോൾ അത് അവർക്ക് എന്താ വെച്ചാൽ ഒരു പ്രചോദനമാണെന്ത്, അവരുടെ ലൈഫ് നല്ല രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ റെഡി ആണല്ലോ? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഹൗ ടു കൾട്ടിവേറ്റ് ലവ്. സെൽഫ് ലവ് എങ്ങനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം? സെൽഫ് ലവ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് ആവശ്യമുള്ള, ഭയങ്കരമായിട്ട് നമ്മളെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ്, ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഗതി നമുക്കൊരിക്കലും പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് ലഭിക്കില്ല. ഒരു അധികാരം ലഭിച്ചതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ലഭിക്കില്ല. ഹാപ്പിനെസിനെ പറ്റി ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ, എനിക്ക് ആ ഒരു കാറ് വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വീട് വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യം നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ. എസ്വർണോ അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും എന്ത്, നമുക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പി ആകാൻ പറ്റും എന്നുള്ള ചിന്താഗതി നമുക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരിക്കലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനാണ് നമ്മുടെ ഈ ഒരു ഹാപ്പിനെസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും പ്രൊഡക്റ്റീവായിട്ട് പാഷനേറ്റ് ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ജോലികൾ ചെയ്യാനും നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നല്ല ആരോഗ്യം ഉണ്ടാവാനും ഒക്കെ ഹാപ്പിനെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ ഹാപ്പിനെസ് വേണം. നല്ല ബന്ധങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയാൽ മാത്രമേ, നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഹാപ്പി ആകാനും അവരെ ഹാപ്പി ആക്കാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ. ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഹാപ്പി ആവണം.
അപ്പൊ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ബന്ധങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നല്ല എനർജിയാണ്, നല്ല ഹയർ വൈബ്രേഷൻ ആണ്. സ്വാഭാവികമായിട്ട് നല്ല എനർജി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നല്ല ഹാപ്പിനെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ക്ലിയർ ആണോ പറയുന്നത്? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അടുത്തത് എന്താണ്? നല്ല ഹാപ്പിനെസിനെ പറ്റി പറഞ്ഞു. അടുത്തത് എന്താ പറയുന്നത്? അടുത്ത പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല ഹാപ്പിനെസ് പറഞ്ഞു. പിന്നെ പറയുന്നത് നമ്മൾ നല്ല ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യമുണ്ടാകും, നല്ല ഫാമിലി ഉണ്ടാകും, അതേപോലെ തന്നെ നല്ല ജോലി ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വെൽത്ത് നമുക്ക് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് ആവശ്യമുണ്ട്. അപ്പൊ ഈ ഹാപ്പിനെസ് ഒക്കെ എവിടുന്നാ വരുന്നത്? വേർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം. ഹാപ്പിനെസ് വരുന്നത് ഒരിക്കലും പുറത്തു നിന്നല്ല. ഹാപ്പിനെസ് ഒരിക്കലും നമ്മൾ പുറത്ത് എന്ത് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല, നമുക്കൊരിക്കലും ലഭിക്കില്ല. ഹാപ്പിനെസ് വരുന്ന രണ്ട് സംഗതിയിലാണ്. പ്രസന്റിലാണ് ഹാപ്പിനെസ് ഉള്ളത്, പ്ലസ് ഇറ്റ് കംസ് ഫ്രം വിത്തിൻ. അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. മറ്റതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന സംഗതികളൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് പ്ലഷർ തരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യങ്ങളാണ്. ഹാപ്പിനെസ്സിന് ഒരിക്കലും നമ്മളുടെ മറ്റുള്ള എക്സൈറ്റ്മെന്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളുമായിട്ട് ഒരു എന്താ പറയാ, നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സന്തോഷങ്ങളുണ്ട്, അതല്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. സ്ഥിരമായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. സ്ഥിരമായിട്ടുള്ള ഹാപ്പിനെസ്, ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥ ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് നിറഞ്ഞു പൊന്തണം. ഉള്ളിൽ നിന്ന് അതെന്ത് ചെയ്യണം, ഒരു ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ പൊന്തി വരുന്ന രൂപത്തിൽ നമുക്ക് എന്താ വെച്ചാൽ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെർമനന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്ത് പറ്റൂ, സെൽഫ് ലവിലൂടെ മാത്രമാണ്. നമ്മൾ നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ? ഏറ്റവും ഹാപ്പി ആകാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഹാപ്പി ആവണമെന്ന്, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആവണം. ആർ യു ഹാപ്പി ഇൻസൈഡ്? അപ്പൊ അത് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ, അത് സ്ഥിരമായിട്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഇൻവാർഡ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, നോക്കണം. പ്ലസ് അത് മാത്രമല്ല, ഇപ്പം എനിക്ക് എന്തുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. പ്രസന്റിൽ എന്തുണ്ട്, പ്രസന്റിൽ എത്രത്തോളം ഞാൻ ബ്ലെസ്ഡ് ആണ്, എത്രത്തോളം ഹാപ്പിയാണ്, എത്രത്തോളം അനുഗ്രഹീതനാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ എനിക്ക് ശരത് എന്നെ ഒന്ന് അഡ്മിൻ ആക്കാവോ? എനിക്ക് ഓക്കെ, ഓൾറെഡി ആണല്ലോ അല്ലെ. അപ്പൊ എനിക്ക് നിങ്ങളോട് എന്താ വെച്ചാൽ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, വാട്ട് വി ക്യാൻ ഡു ഈസ്, നമ്മളുടെ ലൈഫിൽ സെൽഫ് ലവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഇതൊരു അവയർനെസ് ആണ്. നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഓരോ വിഷയങ്ങൾ പറയുന്നു. അത് നിങ്ങൾക്ക് പല വിഷയങ്ങളും കേട്ടതായിരിക്കാം, റിപ്പീറ്റഡ് ആയിരിക്കാം, ബട്ട് ദിസ് ഇസ് എൻ അവയർനെസ് യു നീഡ്. യെസ് ഓർ നോ? സംടൈംസ് യു നീഡ് അവയർനെസ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചില നേരത്തെ എന്താ വെച്ചാൽ അതൊന്ന് ഓർമ്മിപ്പിച്ച് തരാൻ ഒരാൾ വേണം. യെസ് ഓർ നോ? സോ സംടൈംസ് യു നീഡ് ഇറ്റ്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, അവയർനെസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കൊരു അവയർനെസ് മതി നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകുക, എല്ലാ ദിവസവും ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല. നമ്മൾ ആ ഒരു എനർജിയിൽ, ആ ഒരു ഹാപ്പിനെസ്സിൽ, ആ ഒരു എന്താ പറയുക, നല്ല പോസിറ്റീവ് ഫ്രീക്വൻസി വൈബ്രേഷനിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് മാത്രമാണ്. എന്തുകൊണ്ട് ഈ ക്ലാസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട്. വി നീഡ് ഹെൽപ്പ്. നമുക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? സംടൈംസ് വി നീഡ് ഹെൽപ്പ്, റൈറ്റ്? സോ ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മുടെ ഈ ഒരു ഈ സെഷനിലേക്ക് വരുന്ന എത്രയോ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഹെൽപ്പ് ആവശ്യമുണ്ട്. സോ ദാറ്റ്സ് വൈ യു ആർ കമ്മിങ് ഹിയർ ആൻഡ് ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു. സോ ദിസ് ഇസ് വൈ ഐ എം കണ്ടിന്യൂയിങ് ദിസ് സെഷൻ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും റിപ്പീറ്റഡ് ആയിരിക്കാം, ചിലപ്പോ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കാം, ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ്, സെൽഫ് ലവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, യു ഷുഡ് നോട്ട് കമ്പയർ യുവർ സെൽഫ്. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ കമ്പയർ ചെയ്യരുത്. സ്റ്റോപ്പ് കമ്പയറിംഗ് വിത്ത് അതേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം മറ്റുള്ളവരുടെ, അവരിങ്ങനെ ആയിപ്പോയല്ലോ, അവരിത്ര നേടിയല്ലോ, അവർ അച്ചീവ് ചെയ്തല്ലോ, നമ്മൾ മറ്റുള്ള ആൾക്കാരെ വെച്ച്, നമ്മുടെ സമപ്രായക്കാരെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്യും. നമ്മുടെ അതേ ഏജിലുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അതോടുകൂടി നമ്മൾ എന്താകും, ഡിപ്രഷനിലേക്ക് പോകാം, വിഷമത്തിലേക്ക് പോകാം, പ്രയാസത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടോ? കമ്പാരിസൺ വരാറുണ്ടോ? ഉള്ളിലൊന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞ്, ഞാൻ മറ്റുള്ളവരെ വെച്ചിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. എന്റെ കൂടെ ഉള്ളവർ, എന്റെ കൂടെ പഠിച്ചവര്,
എന്റെ കൂടെ അതേ കോഴ്സിൽ ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ എന്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്റെ അയൽപ്പക്കക്കാർ, അല്ലെങ്കിൽ എന്റെ കസിന്, എന്റെ സിസ്റ്റർക്ക്, അല്ലെങ്കിൽ എന്റെ ബ്രദറിന്, അല്ലെങ്കിൽ എന്റെ എന്താ പറയുക സുഹൃത്തുക്കൾക്ക്, ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തു പോകും അറിയാതെ. കാരണം നമ്മളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ, സോ ഇറ്റ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്, അത് ഡേഞ്ചറസ് ആവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്താ വെച്ചാല്, ബിക്കോസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ യുണീക്കാണ്, നമ്മൾ യുണീക്കാണ്, അവര് യുണീക്കാണ്, അവർ ഡിഫറെന്റ് ആണ്. ഒരിക്കലും നമ്മൾ എന്താ വെച്ചാൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ഒരാളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. മറ്റുള്ള, അതായത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്, വേറൊരാളെ, അയാൾ യുണീക്കാണ്, അയാൾ ഡിഫറെന്റ് ആണ്, അയാളുടെ കഴിവുകൾ വ്യത്യസ്തമാണ്, അയാളുടെ അറിവ് വ്യത്യസ്തമാണ്, അയാളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, അയാൾ വളർന്നു വന്ന സാഹചര്യം വ്യത്യസ്തമാണ്, അയാളുടെ ട്രോമകൾ വ്യത്യസ്തമാണ്, അയാൾക്കുണ്ടായിട്ടുള്ള ബിലീഫ് സിസ്റ്റം വ്യത്യസ്തമാണ്, അഷോർണോ, അയാളുടെ ടേസ്റ്റ് വ്യത്യസ്തമാണ്, അയാളുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്, അയാളുടെ പ്രയോറിറ്റീസ് വ്യത്യസ്തമാണ്, നിങ്ങളും വ്യത്യസ്തനാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പിന്നീട് അവിടെ കൊണ്ടുപോയി, എന്ത് ലോജിക്കാണുള്ളത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അയാളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്നത്? വി കനോട്ട് കമ്പയർ. നമ്മുടെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല, ബിസിനസ് ചെയ്യുന്ന നമ്മുടെ ഫീൽഡിലുള്ള അതേ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ യാത്ര ഡിഫറെന്റ് ആണ്, അദ്ദേഹത്തിന്റെ പ്രയോറിറ്റീസ് ഡിഫറെന്റ് ആണ്, അദ്ദേഹത്തിന്റെ ചിന്തകൾ ഡിഫറെന്റ് ആണ്. നമ്മൾ ഒരിക്കലും ആ കമ്പയർ ചെയ്യുന്നതിൽ ലോജിക് ഇല്ല. കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മൾ കൂടുതൽ ഡൗൺ ആയി പോകുന്നു. ഇനി നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാട്ടിലും താഴെയുള്ളവരിലേക്ക് നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഞാനൊന്നും ആയില്ലല്ലോ, ഞാനൊന്നും എനിക്കൊന്നും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന രീതിയിലുള്ള ചിന്തകൾ നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും. യെസ് ഓർ നോ? ഡു അഗ്രി വിത്ത് മീ? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഡൗൺ. അപ്പൊ അധികം ആൾക്കാരും എന്താ വെച്ചാൽ, കാരണം ഞാനും ഇത് ചെയ്ത് അറിയാതെ നമുക്കൊക്കെ വന്നു പോകുന്നൊരു കാര്യമാണ്, നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് നമ്മൾ എന്താ വെച്ചാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉയരാൻ ആഗ്രഹിക്കുന്നു, വളരാൻ ആഗ്രഹിക്കുന്നു, ആ വളരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എനിക്കെന്ത് റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ എനിക്കെന്ത് റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ അവൻ ആ റിസൾട്ട് കിട്ടിയല്ലോ എന്നുള്ള അതൊരു അസൂയയിലേക്കും അത് ദുഃഖത്തിലേക്കും നയിക്കും. മനസ്സിലാവുന്നുണ്ട്? അസൂയ എങ്ങനെ ഉണ്ടാവുന്നത്? മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്. അസൂയയുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അസൂയ പാടുണ്ടോ? മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ എന്താ വെച്ചാല് പല ന്യായീകരണങ്ങളും നമ്മൾ ദുഃഖത്തിലേക്ക് പോവുകയും പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ന്യായീകരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് രണ്ട് രീതിയിൽ ന്യായീകരണങ്ങൾ വന്നേക്കാം. അദ്ദേഹം അച്ചീവ് ചെയ്തത്, അദ്ദേഹത്തിന്റെ വിജയത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ന്യായീകരണങ്ങളാവാം. അതല്ലെങ്കിൽ നമ്മളുടെ പരാജയത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ, അതും അല്ലെങ്കിൽ നമ്മൾ അങ്ങ് തളർന്നു പോകും. നമ്മളെ കൂടുതൽ വിഷമിക്കുന്ന, വെറുക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. അത് നമുക്ക് ഹെൽപ്ഫുൾ ആണോ? ഒരിക്കലുമല്ല. നമ്മളെ സംബന്ധിച്ചാൽ കൂടുതൽ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടുപോകും. സോ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അടുത്തത് എന്താണ്? ഡോണ്ട് വറി അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. രണ്ടാമത്തെ പോയിന്റ് എഴുതി വെച്ചോ. അതായത് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് സെൽഫ് ലവ്, ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വറീഡാവാൻ പാടില്ല. തീർച്ചയായിട്ടും ശരികളും തെറ്റുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എന്താ വെച്ചാൽ, പക്ഷെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നന്മയുണ്ട് എന്ന് നമുക്കറിയാം, അതിൽ ശരിയുണ്ട് എന്നുള്ളത് നമുക്കറിയാം, അതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയാം, നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. വെറുതെ ഫേക്ക് ആവരുത്, വെറുതെ ഫേക്ക് ആയിട്ടുള്ള ആഗ്രഹമാവരുത്, ഫേക്ക് ആയിട്ടുള്ള ഉദ്ദേശമാകരുത്, ഫേക്ക് ആയിട്ടുള്ള വ്യാജമായിട്ടുള്ള ഒരു നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന വെറും വ്യാജമായിട്ടുള്ള, മറ്റുള്ളവരുടെ നിന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വ്യാജമായിട്ടുള്ള നമ്മുടെ ട്രോമയുടെ ഒരു റെസ്പോൺസ് ആയിക്കൊണ്ട് നമ്മൾ ട്രോമ മൂലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നേടിയെടുത്തതുപോലെയുള്ള അതിനു വേണ്ടിയിട്ട് മറ്റേ കള്ളക്കണ്ണീരൊഴിക്കുന്ന ആത്മാർത്ഥതയാവരുത്. മറിച്ച് നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തായിരിക്കണം, ജെനുവിൻ ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രവർത്തികൾക്ക് വേണ്ടി, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. ആ എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും നമ്മളോട് എന്ത് ചെയ്യാണ്, നെഗറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്താ വെച്ചാൽ ആ ഒപ്പീനിയൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കരുത്. സോ ഡോണ്ട് വെറി അബൌട്ട് അതർ പീപ്പിൾസ് ഒപ്പീനിയൻ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കരുത്. അത് നിങ്ങൾ കാണേണ്ടത് എന്താ വെച്ചാൽ, ഈ ഒരു വ്യക്തി എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, ഞാൻ എന്നെക്കുറിച്ചും ഈ പ്രൊജക്ടിനെ കുറിച്ചും എന്താണ് ചിന്തിക്കുന്നത്, എന്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട്, അതാണ് പ്രധാനം. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജെനുവിൻ ആയിട്ട് ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക.
മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കരുത്. അതായത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ രൂപത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ, നമ്മൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പ് വേണം. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ശരിയുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഒരിക്കലും എന്താ പറയുക ട്രോമയുടെ പുറത്തുണ്ടാകുന്ന, എന്റെ ട്രോമയിൽ നിന്നുണ്ടാകുന്ന, ട്രോമയുടെ റെസ്പോൺസിൽ നിന്നുണ്ടാകുന്ന ഒരു ഔട്ട്കം അല്ല. ഇത് ജെനുവിനായിട്ട് ഞാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇത് എന്റെ വെറുതെ വികാരങ്ങളുടെ തള്ളിച്ചയല്ല. ഇതെന്റെ വെറുതെ ഹൈപ്പായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള മോട്ടിവേഷൻ അല്ല. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ എനിക്ക് വെറുതെ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുകയല്ല. ഇതിൽ ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ച് ജോലി ചെയ്യാൻ തയ്യാറാണ്, പ്രവർത്തിക്കാൻ തയ്യാറാണ്, അതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ്, അതിനു വേണ്ടിയിട്ട് ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്, റിസർച്ച് ചെയ്യാൻ തയ്യാറാണ്, പഠിക്കാൻ തയ്യാറാണ്, ഇതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്, ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ ടൈം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, എന്റെ എനർജി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, ഞാൻ അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നത്. സോ ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു, മറ്റുള്ളവർ, അതെനിക്ക് പ്രശ്നമല്ല. കാരണം എനിക്കറിയാം ഞാൻ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ക്ലിയർ ആണോ? ഹലോ, ഈസ് ഇറ്റ് ഇൻസ്പയറിംഗ് യു? Am I helping you? Is it useful? Just give me something. Give me something, please. Can I beg you? Is it useful? Is it really helpful? Just give me something. Okay. Is it inspiring? Is it useful? Be here in video, please. ഇവിടെ എനിക്ക് ആകെ എന്താ വെച്ചാൽ ഏകദേശം ഒരുപാട് പേരുണ്ട്, 100-ലധികം ആൾക്കാരുണ്ട്. ലൈക്ക് ഐ വാണ്ട് യു ടു ബി ഹിയർ ഇൻ വീഡിയോ. പരമാവധി ആൾക്കാരൊന്ന് വീഡിയോയിൽ വരിക. ഓക്കെ, കുളിച്ച് ഫ്രഷ് ആയി, എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട് 5 മണിക്ക് എണീക്കുക, കുളിച്ച് ഫ്രഷ് ആവുക, പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം മെഡിറ്റേഷനിലേക്ക് ഇരിക്കുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇരിക്കുക. ഒരു 1 hour നമ്മുടെ ഈ പ്രോഗ്രാം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിലേക്ക്. സോ യു ആർ ഹിയർ. പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സെഷനിൽ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക? രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള ആത്മാർത്ഥതയൊന്നുമില്ല. കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരുങ്ങി എന്താ പറയുക, സീരിയസ് ആയിട്ട് ഒരു ടേബിളിന്റെ മുൻപിൽ ഇരുന്ന് പഠിക്കാനുള്ള നോട്ട് പാഡ് ഒക്കെ എടുത്തിട്ട് ഇരിക്കാനുള്ള ആത്മാർത്ഥതയൊന്നുമില്ല. ഒരു വീഡിയോയിൽ വരാനുള്ള ആത്മാർത്ഥതയൊന്നുമില്ല. ബിക്കോസ് ദേ ആർ തിങ്കിങ് ലൈക്ക് ഓക്കെ, ഞാൻ ഇപ്പോഴും ബെഡിലാണ്, ഞാൻ ഇപ്പോഴും റിലാക്സ്ഡ് ആണ്. അതല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ പറ്റി അവിടെ സംസാരിക്കുന്നത്. ഇവിടെ ആരൊക്കെയാണോ ഫേക്ക് ആയിട്ട് ഇരിക്കുന്നത് അവരെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഡോണ്ട് ബി എ ഫേക്ക്. ബി ഹിയർ, ബി വെരി സീരിയസ് ആൻഡ് ജെനുവിൻ. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ ഇരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ട്രൈ യുവർ ബെസ്റ്റ്. നിങ്ങളുടെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ബെസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ബി ഹിയർ. വളരെ സിൻസിയർ ആയിട്ട്, വളരെ ജെനുവിൻ ആയിട്ട്. അഡ്മിൻമാർ നമ്മുടെ ഗ്രൂപ്പുകളിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജുകൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഒന്ന് വിടുക കേട്ടോ പ്ലീസ്. അഡ്മിൻസ് ശരത്, ഹോപ്പ് എന്താ പറയുക. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. എല്ലാ ഗ്രൂപ്പുകളിലും ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സെഷൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട് ഈസി. സോ ഡോണ്ട് വറി അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു. ഇനി ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളോട് പറയുക, മനസ്സിൽ പറയുക, ഐ ഡോണ്ട് കെയർ വാട്ട് യു തിങ്ക്. നീ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു വിഷയമല്ല. ഞാൻ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ചെയ്യും. കാരണം എനിക്ക് ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. എനിക്ക് എൻ്റെ ലൈഫ് രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. നെക്സ്റ്റ് എന്താണ്? അലോ യുവർ സെൽഫ് ടു മേക്ക് മിസ്റ്റേക്സ്. അതായത് മിസ്റ്റേക്സുകൾ വരുത്താൻ നിങ്ങൾ ആലോചിക്കുക. സെൽഫ് ലവിന്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ മിസ്റ്റേക്സുകൾ നമ്മൾ വരുത്തും. നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? നമ്മൾ എങ്ങനെ നടക്കാൻ പഠിച്ചത്? നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? ചെറുപ്പത്തിൽ ഒറ്റയടിക്ക് എണീറ്റിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു വീണ ഉടൻ തന്നെ ഞാൻ വരട്ടോ എന്നും പറഞ്ഞ് നടന്നു പോന്നിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പോയിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് അവിടെ കിടക്കുമായിരുന്നു 1.5 വർഷം. അത് കഴിഞ്ഞതിന് ശേഷം കമിഴ്ന്ന് കിടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം മുട്ടിലഴയാൻ തുടങ്ങി, അല്ലെ? മുട്ടിലഴയാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ പതിയെ ഇങ്ങനെ പിടിച്ച് നടക്കണം. ഇതിനിടയിൽ പലതവണ വീണു. നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, റിയാലിറ്റി എന്ന് പറയുന്നത് മിസ്റ്റേക്സുകൾ സംഭവിച്ചിട്ട് വേണം ആ മിസ്റ്റേക്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക. സ്വർണോ ക്ലിയർ ആണോ പറയുന്നത്? ഹലോ. സോ നമുക്ക് എന്താ വെച്ചാൽ മിസ്റ്റേക്സുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് മിസ്റ്റേക്ക് സംഭവിച്ചു, സെൽഫ് ഹെയ്റ്റ് സംഭവിക്കാൻ പാടില്ല. ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. ലേൺ ഫ്രം ഇറ്റ് ആൻഡ് ഗോ ഫോർവേഡ്. നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു, സാരമില്ല. ഇറ്റ്സ് ഓക്കെ.
ഓക്കെ, നിങ്ങൾക്ക് മിസ്റ്റേക്സ് സംഭവിച്ചു, നിങ്ങളുടെ അടുത്ത് എന്താ വെച്ചാൽ വലിയ മിസ്റ്റേക്സ് സംഭവിച്ചു, വലിയ അപകടങ്ങൾ സംഭവിച്ചു, വലിയ പ്രയാസങ്ങൾ സംഭവിച്ചു. ഇറ്റ്സ് ഓക്കെ, സ്റ്റിൽ യു ക്യാൻ കണ്ടിന്യൂ. സോ ഡോണ്ട് വറി, ഡോണ്ട് തിങ്ക് ലൈക്ക് ഓക്കെ ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഒരുപാട് പേരെ വേദനിപ്പിച്ചല്ലോ, ഞാൻ ഒരുപാട് പേരെ സങ്കടപ്പെടുത്തിയല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മളെ മനസ്സിനെ ഒരിക്കലും കടത്തിവിടരുത്. അപ്പൊ നമ്മളെ വല്ലാണ്ട് വിഷമത്തിലേക്കും വല്ലാണ്ട് പ്രയാസത്തിലേക്കും വല്ലാണ്ട് ബുദ്ധിമുട്ടിലേക്കും എന്ത് ചെയ്യും, അത് കൊണ്ടെത്തിക്കും. ക്ലിയർ ആണോ പറയുന്നത്? അത് വല്ലാണ്ട് വിഷമത്തിലേക്കും പ്രയാസത്തിലേക്കും എന്ത് ചെയ്യും, അത് നമ്മളെ എത്തിക്കും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, എത്തിക്കരുത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് എത്തിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കും. സോ അലോ യുവർ സെൽഫ് ടു മേക്ക് മിസ്റ്റേക്സ്. സോ നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ വെച്ചാല് മിസ്റ്റേക്സുകൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോബഡി ഈസ് പെർഫെക്റ്റ്. ആരും പെർഫെക്റ്റ് അല്ല. എവരി വൺ മേക്സ് മിസ്റ്റേക്സ്. എല്ലാവരും മിസ്റ്റേക്സ് വരും. പക്ഷെ നമ്മൾ വളർന്നു വലുതാകുന്ന ചെറുപ്പത്തിലൊക്കെ നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മളോട് ഇറ്റ്സ് ഓക്കെ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മാതാപിതാക്കൾ നമ്മൾ ഇതാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ത്, പെർഫെക്റ്റ് ആയിരിക്കണം, നല്ല കുട്ടിയായിരിക്കണം, മിസ്റ്റേക്സുകളൊന്നും വരുത്താൻ പാടില്ല, പരാജയപ്പെടാൻ പാടില്ല, ഇങ്ങനത്തെ വാക്കുകൾ കേട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരുത്തിയ സമയത്ത് ഒരുപാട് വഴക്ക് കിട്ടിയിട്ടുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ചെറുപ്പത്തിൽ നമ്മൾ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ ഒറ്റയ്ക്ക് നമ്മൾ അല്ലേ, കുട്ടികളൊക്കെ ചിലപ്പോൾ എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറയും, അവർക്ക് ഒറ്റയ്ക്ക് കുടിക്കണം എന്ന് പറയും. ആ കുടിക്കുന്നതിനിടയിൽ അവരുടെ ഗ്ലാസ് ഒന്ന് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുട്ടിയെ വഴക്ക് പറയും. ഈ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, തെറ്റ് ചെയ്യാൻ പാടില്ല, മിസ്റ്റേക്സ് വരാൻ പാടില്ല എന്നുള്ള സംഗതി വരും. ഇതേപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മിസ്റ്റേക്സ് വരുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഇവരൊക്കെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മള് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോ അധ്യാപികമാരോ ഒക്കെ നമ്മളെന്താ വെച്ചാൽ നമ്മളോട് വഴക്ക് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ നമുക്കൊക്കെ എന്താ വെച്ചാൽ പരിഹസിക്കപ്പെടുകയോ കുറ്റപ്പെടുത്തപ്പെടുകയോ ചെയ്തപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ മിസ്റ്റേക്സുകൾ വരുത്താൻ ഒരിക്കലും പാടില്ല എന്നുള്ളത്. വളർന്നു വലുതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഈഗോ മിസ്റ്റേക്സ് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ വലിയ മോശം വ്യക്തിയാണ് എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ എന്താ വെച്ചാൽ നമ്മൾ മിസ്റ്റേക്സ് വരുന്ന ആൾക്കാരെ പറ്റി പറയുന്നത് വെച്ചാൽ അവനൊരു പൊട്ടനായിപ്പോയി, അല്ലെങ്കിൽ അവരൊരു മണ്ടിയായിപ്പോയി, അവളൊരു ഇതിന് ബുദ്ധിയില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ കഴിവ് കെട്ടവനാണ്, അറിവ് കെട്ടവനാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട, അതിനുള്ള അന്തമില്ല, അതിനുള്ള അറിവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രീകരണമുണ്ട് പലപ്പോഴും. അപ്പൊ ആ ചിത്രീകരണം ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ ഞാനൊരു പൊട്ടനായി പോയല്ലോ, അല്ലെങ്കിൽ കഴിവില്ലാത്തവനായി പോയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്സ് പറ്റിപ്പോയല്ലോ എന്നൊരു സംഗതി നമ്മളുടെ ഉള്ളില് വന്നു കഴിഞ്ഞാൽ അത് സെൽഫ് ഹേറ്റിന് കാരണമാകും, സ്വയം വെറുക്കുന്നതിന് കാരണമാകും. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്വയം വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്, ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ചേഞ്ച് യുവർ സെൽഫ്. കാരണം എവറി മിസ്റ്റേക്സ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ്. എല്ലാ നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ മിസ്റ്റേക്സ് നമുക്ക് സംഭവിച്ചതിന് ഒരു കാരണം ഉണ്ടാകും. ആ കാരണം എന്താണ്, നമ്മൾ എന്തോ ഒരു കഴിവിന്റെ കുറവ് കൊണ്ടാണ് ആ മിസ്റ്റേക്സ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ കഴിവ് കറക്റ്റ് ചെയ്യൽ നമുക്ക് അത്യാവശ്യമാണ്. അത് ഇതിനു മുൻപ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പാഠം പഠിപ്പിച്ചതാണ്, അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയതാണ്, അതിനെക്കുറിച്ച് അവെയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അവസരം തന്നതാണ്. അപ്പൊ ആ അവസരത്തെ നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ ഓൺലി വേ ദാറ്റ് യു ക്യാൻ ഡു ആൻഡ് ഓൺലി വേ ദാറ്റ് യു ക്യാൻ ഓവർകം ആൻഡ് ബി വില്ലിംഗ് ടു അലോ യുവർ സെൽഫ്. സോ മിസ്റ്റേക്സ് സംഭവിച്ചു എന്ന് വിചാരിച്ച് ഡൗൺ ആയിട്ട് അവിടെ കിടക്കണ്ട. ഗെറ്റ് അപ്പ് ആൻഡ് കറക്റ്റ് യുവർ സെൽഫ് ആൻഡ് മൂവ് ഓൺ. ഗെറ്റ് അപ്പ് ആൻഡ് കറക്റ്റ് യുവർ സെൽഫ്. ഗെറ്റ് അപ്പ് ആൻഡ് കറക്റ്റ്. ഗെറ്റ് അപ്പ് ആൻഡ് കറക്റ്റ്. എണീക്കുക, കറക്റ്റ് ചെയ്യാൻ, മുന്നോട്ട് പോവുക. ഇറ്റ്സ് ഓക്കെ, മിസ്റ്റേക്സ് സംഭവിച്ചു. ചില ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും എന്താ വെച്ചാൽ എനിക്ക് ഇത്ര പ്രായമായി, എനിക്ക് ഇത്ര ബുദ്ധിമുട്ടായി, എനിക്ക് ഇത്ര പ്രയാസങ്ങളായി. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. ചില ആൾക്കാർ ചിന്തിക്കുന്നതാണ് എന്റെ അവസരങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, ഇനി എനിക്കിത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ, എനിക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനി എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഇനി എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? Come on, it's okay. Please love yourself. It's okay. Don't worry. Start with the something. ചെറിയ ഉള്ളിലുള്ള ഒരു സ്നേഹം ഉപയോഗിച്ചിട്ട് സ്വയം സ്നേഹിച്ചിട്ട് എന്ന് വെച്ചാൽ സാരമില്ല, എനിക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഞാൻ നീട്ടിവെച്ച് ഞാൻ ഇങ്ങനെ ഒരു നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ഒരാളായിട്ടുണ്ടല്ലോ, മടി പിടിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്റെ ഒരുപാട് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള രീതിയിൽ ഞാൻ എന്താ വെച്ചാൽ
ഇവിടുത്തെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് മെനി ഇയേഴ്സ് തിങ്കിങ് അബൌട്ട് പെർഫെക്ഷൻ. അംബുജാക്ഷൻ സാർ പറയുന്നു പെർഫെക്ഷനെ കുറിച്ച്, പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കണം, പെർഫെക്റ്റ് ആയിട്ട്. നോ, പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കണ്ട. ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അതിനർത്ഥം എന്താ വെച്ചാല് മിസ്റ്റേക്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുത്തി ജീവിക്കുക എന്നുള്ളതല്ല. മിസ്റ്റേക്സുകൾ ആർക്കും സംഭവിക്കും. ദാറ്റ്സ് ഓക്കെ. കറക്റ്റ് ആൻഡ് മൂവ് ഓൺ. അടുത്ത മിസ്റ്റേക്സ് അപ്പൊ വരും. കറക്റ്റ് ആൻഡ് മൂവ് ഓൺ. അടുത്ത മിസ്റ്റേക്സ് വേറെ വണ്ടി ലോറി വിളിച്ച് വരും. ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് യു ആർ നോട്ട് പെർഫെക്റ്റ്. യു ഡോണ്ട് നോ എവറിത്തിങ്. മനസ്സിലാവും? നമ്മൾ വിചാരിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മിസ്റ്റേക്സുകൾ ആർ ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ ഫ്രം, ടു ഗ്രോ ഫ്രം. മിസ്റ്റേക്സ് ആർ ദ ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളാണെന്ന് വെച്ചാല് നമ്മുടെ മിസ്റ്റേക്സുകൾ എന്താണ്? അവസരങ്ങളാണ്. എന്തിനുള്ള? ടു ഗ്രോ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഗ്രോ ചെയ്യാനുള്ള, വളരാനുള്ള അവസരങ്ങളാണ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്, മിസ്റ്റേക്സ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ ഇഫ് യു മേക്ക് മിസ്റ്റേക്സ്. ക്ലിയർ ആണോ? ഇറ്റ്സ് ഓക്കെ, നോബഡി ഈസ് പെർഫെക്റ്റ്. നമ്മൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പലതും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല സംഗതിയിലും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല രീതിയിലേക്ക് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് മിസ്റ്റേക്സ് ഇല്ല, അവരുടെ മിസ്റ്റേക്സ് അവർ കാണിക്കുന്നില്ല, പറയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് അറിയാൻ, കാണാം. കാരണം നമുക്ക് നമ്മുടേത് കാണാം, അവർക്ക് അവരുടേത് കാണാം. എല്ലാവരും തുല്യ ദുഃഖിതരാണ്. ഹലോ, എല്ലാവരും തുല്യ ദുഃഖിതരാണ്. ദാറ്റ്സ് ഓക്കെ, യു ഗോട്ട് കമ്പനി, യു ആർ നോട്ട് അലോൺ. ഞാൻ ദുഃഖിതനാടൂ. എനിക്ക് എന്റെ മിസ്റ്റേക്സുകളുണ്ട്, എനിക്ക് എന്റെ പോരായ്മകളുണ്ട്, ഞാൻ അതിൽ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിഷമം, നിങ്ങളിപ്പോ എന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? കോട്ടും സ്യൂട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത് സംസാരിക്കുമ്പോ, ഓ ആള് എന്തൊരു ഇല്ലേ, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഇത് എണീക്കാനും ഇത് ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ ഞാൻ എത്രത്തോളം എന്താ ദുഃഖത്തിലോ പ്രശ്നത്തിലോ വിഷമത്തിലോ പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ സംഗതികളെ കുറിച്ചോ നിങ്ങൾ അറിയുന്നുണ്ടോ? ഞാനത് അറിയിക്കുന്നില്ല. ദാറ്റ്സ് ഓൾ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ? ഇല്ല, അറിയിക്കുന്നില്ല. അപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ അവനവന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഞാനും വിഷമിക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യാ? ഫോക്കസ് ചെയ്തു പോകും അറിയാതെ. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരിക. നമുക്ക് അതിനുള്ള ടൂൾ ഉണ്ട്, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള അവസരമുണ്ട്. അതായത് നമുക്ക് അതിനുള്ള അവയർനെസ് ഉണ്ട്. യെസ് ഓർ നോ? ദാറ്റ് ഈസ് അവർ ടൂൾ, അല്ലേ? യെസ് ഓർ നോ? മറ്റൊരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെക്കാളും നമ്മൾ ബ്ലെസ്ഡ് ആണ്. നമുക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. മനസ്സിലാവുണ്ടോ? എല്ലാവർക്കും പരീക്ഷണങ്ങളുണ്ട്, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. കടുത്ത പരീക്ഷണത്തിലൂടെയാണ് ഞാനിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലർക്കും അത് അറിയാം. യെസ് ഓർ നോ? അറിയില്ലേ? നിങ്ങൾക്കറിയാം. കടുത്ത പരീക്ഷണത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്താ വെച്ചാൽ ഞാൻ സ്വപ്നം കണ്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന പലതും എനിക്ക് നഷ്ടപ്പെട്ട പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഞാൻ പല ദിവസവും ഞാൻ കരയാറുണ്ട്, ഞാൻ വിഷമിക്കാറുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ ടു ക്രൈ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് ലവ് കൊടുത്ത് നമ്മൾ അപ്പാക്കി റെഡിച്ച് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് റെഡിയാക്കി കൊണ്ടുവരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ സെഷൻ എടുക്കാൻ പറ്റുന്നത്. ആൻഡ് യു ആർ ആൾസോ ലക്കി. നമ്മളും ലക്കിയാണ്. നിങ്ങൾക്ക് എന്റെ സ്റ്റോറി അറിയാം. പല ആൾക്കാർ, യു നോ മൈ സ്റ്റോറി, what I am going through and what I have gone through. And we, day by day, we will correct, we will help, we will support, we will love, we pray for each other, and that's how we grow. Yes or no? Yes or no? Hello? Yes? Yes. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ that's the way we grow. നമ്മൾ ഗ്രോ ചെയ്ത് എന്ത് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകും. സോ ഡോണ്ട് വറി, യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, വിഷമിക്കേണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടോ? ഓ, സമാധാനം, ഏത് ഞാൻ ഒറ്റയ്ക്കല്ല. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. എപ്പോ, ഏതുവരെ? മറ്റുള്ള വീട്ടിലും കൂടെ കറണ്ട് പോയി എന്ന് കേൾക്കുന്നത് വരെ ഉള്ളൂ ആ വിഷമം. അവിടെ ഇങ്ങനെ കറണ്ട് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ കുഴപ്പമില്ല. നമ്മുടെ മാത്രം വീട്ടിൽ ലൈറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതെന്താ? ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് നമുക്കൊരു ആശ്വാസം. യു ആർ നോട്ട് അലോൺ. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് മെസ്സേജ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ സെൽഫ് ലവ്, യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് മാത്രമല്ല ഈ പ്രശ്നങ്ങളുള്ളത്. എനിക്ക് മാത്രമുള്ളൂ. വൈ ദിസ് ടു മീ? എനിക്ക് എന്താ ഇത്രയും പ്രശ്നങ്ങൾ? നോ, നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നങ്ങളുള്ളത്.
The thing is like, we have to uplift ourselves. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, വേറെ ആരും നമ്മളെ കുറിച്ച് കെയർ ചെയ്യില്ല. നമ്മൾ സങ്കടം പറഞ്ഞിട്ട്, നമ്മൾ വിഷമം പറഞ്ഞിട്ട് വേറെ ഒരാൾക്കാരും നമ്മളെ കുറിച്ച് ഒരു പരിധിക്കപ്പുറം അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, അവർക്ക് കെയർ ചെയ്യാൻ കഴിയില്ല. They don't care because they have their own problems. കെയർ ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ടാവും, അവരെ കുറിച്ച് അവർ നമ്മളെ കെയർ ചെയ്യും. പക്ഷെ എന്നാലും അവർക്ക് നമ്മളെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യാനും നമ്മളെ ശരിക്കും ചേഞ്ച് ചെയ്യാൻ ആർക്കാ പറ്റുക? ഇറ്റ്സ് ഓൺലി us. നമുക്കാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക. Yes or no? ഹലോ അല്ലെ? നമുക്കാണ് നമ്മളെ ചേഞ്ച് ചെയ്യാൻ പറ്റുക. നമുക്ക് സ്വയം ചേഞ്ച് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് ഇവിടെ ഒരാൾ, അതിനൊരു പരിധി ഉണ്ടെന്ന് പറയും നമ്മളെ ചേഞ്ച് ചെയ്യുന്നതിന്. പക്ഷെ ആ പരിധി എന്ന് പറയുന്നത്, അതിനൊരു പരിധി ഇല്ല ആക്ച്വലി. ആ പരിധി എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ചെയ്ത് തുടങ്ങിയേ പറ്റൂ. അപ്പോഴാണ് മറ്റുള്ളവരും കൂടെ നമ്മളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവുള്ളൂ. നമ്മളെ ചേഞ്ച് ചെയ്യാതെ എങ്ങനെ ഇരിക്കുകയാണ്? നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമാണ് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കല്. വി ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കൊരിക്കലും മറ്റുള്ളവർ നമ്മളെ എക്സ്പെക്ട് ചേഞ്ച് ചെയ്യും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയോ, അല്ലെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് കാത്തിരിക്കുകയോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വേറൊരാള് നമ്മളടുത്തേക്ക് നമ്മളെ ശരിക്കും പരിപൂർണമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഉയരത്തിലേക്ക് എത്തിക്കും, നമ്മളെ കൈ പിടിച്ച് അങ്ങനെ കൊണ്ടുപോകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കരുത്. കാരണം അവർക്ക് എന്താ വെച്ചാൽ, അവർക്ക് നല്ല മനസ്സുള്ള നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാകാം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, നമ്മുടെ ജോലിക്കാരുണ്ടാവും, നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടാവും, വളരെ നല്ല ആൾക്കാർ. പക്ഷേ അവർക്കും ഒരു പരിധി ഉണ്ടാവും. അവരും എന്താ വെച്ചാൽ, they are ready to try and support you, but the thing is like, ultimately ആരാണ് ചെയ്യേണ്ടത്? നമ്മൾ തന്നെയാണ് നമ്മളെ സ്നേഹിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് നമ്മളോട് പറയേണ്ടത്. നമ്മൾ തീരുമാനിക്കണം, നമ്മൾ പറയണം എന്ന് വെച്ചാൽ, I decide my destiny. ഞാൻ തീരുമാനിക്കുന്നു എന്റെ വിധി എന്താണ് എന്നുള്ളത്. എനിക്ക് ചേഞ്ച് ചെയ്തേ പറ്റൂ, ഞാൻ സെൽഫ് ഡിസിപ്ലിൻ ആയേ പറ്റൂ, ഞാൻ പ്രവർത്തിച്ചേ പറ്റൂ. ഈ സെൽഫ് ഡിസിപ്ലിൻ ആവണം എന്നുണ്ടെങ്കിൽ എനിക്ക് സെൽഫ് ലവ് കൊടുത്തേ പറ്റൂ, സ്നേഹിച്ചേ പറ്റൂ, ഞാൻ എന്നെ കറക്റ്റ് ചെയ്തേ പറ്റൂ, എന്നെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. നോബഡീസ് ക്യാൻ ഡു. നമുക്ക് നമ്മളെ ഉണ്ടാകൂ, നമുക്ക് നമ്മളാണുള്ളത്. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവരുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മൾ കാണണം. പക്ഷെ നമ്മൾ ഉണ്ടെങ്കിലേ മറ്റുള്ളവർ നമുക്ക് ഉണ്ടാവുക. നമ്മൾ എതിര് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്, എന്നിട്ട് പോലും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, ഈ ക്ലാസ്സുകൾ കിട്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, ഈ ക്ലാസ്സുകൾ കിട്ടിയിട്ട് ഈ സംഗതികൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, ഐ എം റെഡി ടു ഹെൽപ്പ് യു. ശരത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്, മെഡിറ്റേഷൻസ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടും ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടും മൈ ടീം മെമ്പേഴ്സ് ആർ ഹെൽപ്പിംഗ് യു, admins are helping you, PCS are ready to help you, and when they are ready to help you, and if you are not ready to help yourself, then no one can help you. നിങ്ങൾ ഇവിടെ പറയുന്ന ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പോയിട്ട് ചുമ്മാ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വെറുതെ ഇരുന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാതെ, അടുത്ത പ്ലാനിങ്ങിലേക്ക് പോകാതെ, അടുത്ത എക്സസൈസിലേക്കോ വർക്ക്ഷോപ്പിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാതെ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, റിലാക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ടൈം വേസ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, വീണ്ടും സിനിമ കാണുകയാണെങ്കിൽ, വീണ്ടും ബിഗ് ബോസിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും എന്റർടൈൻമെന്റുകളുടെ പിറകെ പോവുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് എന്റർടൈൻമെന്റുകൾ കണ്ടിട്ട് സമയം പാഴാക്കിയിട്ട് വീണ്ടും ദുഃഖിതനാവുകയാണെന്നുണ്ടെങ്കിൽ, വീണ്ടും വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ, പെർഫെക്ഷനിസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡൗൺ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, യു ആർ നോട്ട് ഹെൽപ്പിംഗ് യുവർ സെൽഫ് and you will be stuck there, and that's a reality, and you don't want to be there. You have to get out as soon as possible and work on yourself, because nobody is going to do it for you. Only you can help yourself. നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ, വേറൊരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല എന്ന റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് just get up and work hard every day. That's it. We have to work hard. We have to write down, എഴുതണം എന്താണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ടൈം ടേബിളിന്റെ ഇടയിൽ ഓരോ മണിക്കൂറിനിടയിലും ഓരോ ടാസ്കുകൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഗ്യാപ്പ് കൊടുക്കാതെ അടുത്ത ടാസ്കിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സമയം അടുത്ത ടാസ്കിലേക്ക് ജമ്പ് ചെയ്ത് ടാസ്കുകൾ ഓരോന്നും തീർക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു പറ്റൂ, ഇറങ്ങി തിരിച്ചേ പറ്റൂ, വർക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ വർക്ക് ചെയ്യുന്നിടത്താണ് then only you are loving yourself, then only you are loving yourself, then only you are loving yourself, because then only you are loving your life, because you want to create your life. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ സ്നേഹിക്കുന്നുള്ളൂ, നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുന്നുള്ളൂ, നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുന്നുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് കെയർ ചെയ്യുന്നുള്ളൂ, നിങ്ങളുടെ കുടുംബത്തെ കെയർ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് കുടുംബത്തിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തേ പറ്റൂ, പ്രവർത്തിച്ചേ പറ്റൂ. നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജോലി നിലനിർത്താൻ വേണ്ടിയിട്ട്, വരുമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഡു ദിസ്, ബിക്കോസ് ദാറ്റ്സ് വാട്ട് യു വാണ്ട്.
അതാണ് നിങ്ങളുടെ ഉള്ളിൽ ഡീപ് ഡൗൺ നിങ്ങൾക്ക് വേണ്ടത്. ഒരു ബെറ്റർ ലൈഫ്, ആ ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേ പറ്റൂ. നോബഡി ക്യാൻ ഡു ഇറ്റ് ഫോർ യു, ഓൺലി യു ക്യാൻ ഡു ഇറ്റ്. ബിലീവ് ഇൻ ഇറ്റ്, ഹാവ്, അതൊരു നിങ്ങളുടെ വിശ്വാസമാക്കി മാറ്റിയെടുക്കുക. അത് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ഇറക്കി തിരിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, അതൊരു വിശ്വാസമാക്കിയിട്ട് ഇറക്കിയിരിക്കണം. അങ്ങനെ ഇറക്കുമ്പോഴാണ് എന്ത് ചെയ്തു ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഹലോ, അറിയത് ഇത്രയും പറഞ്ഞപ്പോ ഇറങ്ങി ഓടിയോ? അറിയത് ചില സമയത്ത് കുറച്ച് സത്യം വിളിച്ചു പറയേണ്ടി വരും. കേൾക്കുവോ? നടക്കുവോ? വല്ലതും നടക്കുവോ? യെസ്, if you can do it, you will do it. Just comment on I will do it, I can do it, and I must do it. ഒന്ന് കമന്റ് ചെയ്ത് I will do it, I can do it, I must do it. I can, I will, I must. I can, I will, I must. കമന്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? This is the only way you can do it. I must, ഞാൻ ചെയ്തേ പറ്റൂ, എനിക്ക് ഞാൻ ഇത് ചെയ്തേ പറ്റൂ. I will, I can, I must. I will, I can, I must. I will do it, I can do it, I must do it. I can, I will, I must. ഞാൻ ഇത് ചെയ്തേ പറ്റൂ, ഞാൻ ഇത് ചെയ്തേ പറ്റൂ. Is it easy? It's not easy. So ഗ്യാപ്പ് കൊടുക്കരുത്. വെറുതെ ഇരിക്കാനും ചിന്തിച്ചിരിക്കാനും ഗ്യാപ്പ് കൊടുക്കരുത്. Just keep on working. Okay? നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, റിസൾട്ട് ക്രിയേറ്റ് ചെയ്തത്. സോ അലോ യുവർ സെൽഫ് ടു മേക്ക് മിസ്റ്റേക്സ്. ഒരു അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ, റിമെമ്പർ യുവർ വാല്യൂ ഡസന്റ് ലൈ ഇൻ ഹൗ ദ വേ യു ലുക്ക് ഓർ ഹൗ ദ വേ യു ഫീൽ. നിങ്ങൾ കാണാൻ എങ്ങനെയാണ്, നിങ്ങളുടെ റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുണ്ടല്ലോ, ഇതുവരെയുള്ള നിങ്ങളുടെ റിയാലിറ്റി, ആ റിയാലിറ്റിയാണ് നിങ്ങളുടെ വാല്യൂ എന്ന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്. അതല്ല നിങ്ങളുടെ വാല്യൂ. യു ആർ മോർ ദാൻ ദാറ്റ്. വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ നമുക്കിപ്പോൾ ഉള്ള റിസൾട്ട് എന്താണ്, നമ്മുടെ റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ട്, അതെന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ കാണാൻ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്, ഇതാണ് ട്രൂത്ത് എന്ന് വിശ്വസിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാല്, നമ്മൾ ഓക്കെയാണ്, നമ്മൾ സേഫ് ആണ്, നമുക്ക് കേപ്പബിലിറ്റി ഉണ്ട്, നമുക്ക് അറിവുണ്ട്. കാരണം നമ്മൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ റിയാലിറ്റി നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് റിയാലിറ്റി. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതല്ല റിയാലിറ്റി. യെസ് ഓർ നോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, അത് നമ്മൾ കാണാൻ എങ്ങനെയാണ്, നമ്മൾ പെരുമാറാൻ എങ്ങനെയാണ്, നമ്മളുടെ സ്വഭാവം എങ്ങനെയാണ്, നമ്മളുടെ അവസ്ഥ ഇപ്പൊ എന്താണ്, സാമ്പത്തിക അവസ്ഥ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ വീട് അവസ്ഥ എന്താണ്, നമ്മുടെ ലുക്ക് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടും പലതും നോക്കിയിട്ടായിരിക്കും പലരും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ആ റിയാലിറ്റി അതല്ല റിയാലിറ്റി. റിയാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അപാരമായിട്ടുള്ള സ്രോതസ്സുണ്ട്, അപാരമായിട്ടുള്ള കഴിവുണ്ട്, അപാരമായിട്ടുള്ള, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന അവസ്ഥകളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഇംപ്രൂവ് യുവർ സെൽഫ്. സോ ഡോണ്ട് ജഡ്ജ്. നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ കാണുന്ന പല കാര്യങ്ങൾ വെച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. യു ആർ ബെറ്റർ ദാൻ ദാറ്റ്. നമ്മൾ അതിന് മുകളിലാണ്. നമ്മളുടെ ഉള്ളിലുള്ള എന്ന് വെച്ചാൽ ഒരു എനർജി ബോഡി ഉണ്ട്. ആ എനർജി ബോഡിയിൽ എന്താ വെച്ചാൽ അപാരമായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ എനർജി ബോഡിയാണ് നമ്മുടെ റിയാലിറ്റി. അത് വരുന്നത് എന്താ വെച്ചാൽ, ആ എനർജി ബോഡി വരുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ ലൈഫില് നമുക്ക് ഒരുപാട് നല്ല നന്മകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ്. നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ്. താങ്ക് യു സോ മച്ച് സിയാദ് ഭായ് ഫോർ ജോയിനിങ്. ഐ എം ഹാപ്പി ടു സീ യു ഹിയർ. താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സിയാദ് ഭായി കാണുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ്. സോ നമ്മൾ എന്താ വെച്ചാൽ, നമ്മളുടെ ദർ ഇസ് ബെറ്റർ, നമ്മുടെ റിയാലിറ്റി എന്തായിക്കോട്ടെ, നമ്മുടെ സിറ്റുവേഷൻസ് എന്തായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, we can become better, we can do better, we can create better ആയിട്ടുള്ള തിങ്സ് നമുക്ക് എന്താ വെച്ചാൽ അവൈലബിൾ ആണ്.
അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക? ഡോണ്ട് വറി. നമുക്കൊരു അപാരമായ പൊട്ടൻഷ്യൽ ഉണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബിലിറ്റി ടു ക്രിയേറ്റ് എന്നാണ് പറയുന്നത്. എബിലിറ്റി ടു ക്രിയേറ്റ്, സൃഷ്ടിക്കാനുള്ള കഴിവ്. അത് ബുദ്ധി തന്നിരിക്കുന്ന എല്ലാവർക്കും തന്നിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് സൃഷ്ടിച്ചെടുക്കാനുള്ള അപാരമായിട്ടുള്ള കപ്പാസിറ്റി. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് സൃഷ്ടിച്ചെടുക്കാനുള്ള അപാരമായ കപ്പാസിറ്റി. റിസോഴ്സ്ഫുൾനെസ് എന്നാണ് അതിനെ വിളിക്കുക. അതായത് ഒരു റിസോഴ്സും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് റിസോഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് പണമില്ലേ? നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പണമില്ലാത്ത ഒരാൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? എൻ്റെ അടുത്ത് പണമില്ല, എൻ്റെ അടുത്ത് പണമില്ല എന്നുള്ള ചിന്തയല്ല വേണ്ടത്. എൻ്റെ അടുത്ത് പണമില്ല, പണം ഞാൻ ഉണ്ടാക്കും, പണമില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ്? ഒരു സാധ്യതയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എനിക്ക് അവസരമില്ല എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസരം ഞാൻ ഉണ്ടാക്കും. എനിക്ക് അവസരമില്ല, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ. നോ, ഞാൻ ഉണ്ടാക്കും. അവിടെ തന്നെ ഒരു സാധ്യത വന്നു. ആ ഡയലോഗ് പറയുന്നിടത്ത് തന്നെ ഒരു സാധ്യത വന്നു. യെസ് ഓർ നോ? ഒരു പവർ വന്നു. യെസ് ഓർ നോ? അത് രണ്ട് മൈൻഡ് സെറ്റ് ആണ്. ഒന്ന് ഇല്ല എന്നുള്ളതും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതും എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്താഗതിയാണ്. ഇനി ഞാൻ എങ്ങനെ എന്നുള്ള അതല്ല. അത് നിങ്ങളെ കുറിച്ച് വറീഡായേ ആവണ്ട. എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് വറീഡാവണ്ട. ഉണ്ടാക്കും. അങ്ങ് പറയുക, എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കും. ആ ഒരു ഡയലോഗ് തന്നെ നിങ്ങൾ ചേഞ്ച് അത് പറയണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു സാധ്യത. ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് എങ്ങനെ എന്നുള്ള ചോദ്യം വരും. ഇല്ല എന്ന് പറയുമ്പം എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് വിഷമമായിട്ടുള്ള, പ്രയാസമായിട്ടുള്ള, നടക്കില്ല എന്നുള്ള നെഗറ്റീവായ ചിന്താഗതികളാണ്. ഉണ്ടാക്കും, എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഉണ്ടാക്കും. അപ്പൊ എന്താണ് എങ്ങനെ എന്നുള്ള അടുത്ത ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യും? അപ്പൊ വീണ്ടും ചോദിക്കുക ബ്രെയിനോട്, എങ്ങനെ ഞാൻ ഉണ്ടാക്കും, എങ്ങനെ ഞാൻ ഉണ്ടാക്കുക. രണ്ട് രീതിയിലുണ്ട്. എങ്ങനെ ഞാൻ ഉണ്ടാക്കും എന്റെ പടച്ചോനെ എന്ന് ചിന്തിച്ച് ഡൗൺ ആകുന്ന ഒരു അവസ്ഥയുണ്ട്. അതല്ല, ആ ചോദ്യമല്ല. എങ്ങനെ എനിക്കിത് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഞാൻ ചിന്തിക്കണം, എങ്ങനെയാണ് എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ഞാൻ ചിന്തിക്കേണ്ടത്, എങ്ങനെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരുടെ കൂടെ പോകണം, അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തുണ്ട്, ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് അറിവുണ്ട്, ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ എന്ത് ജനങ്ങൾക്ക് ഒരു സർവീസ് ആയിട്ട് കൊടുക്കാൻ പറ്റും, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേറൊരാളുടെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അത് വിറ്റിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ കച്ചവടക്കാരനെ സഹായിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് വിൽക്കാൻ കച്ചവടക്കാരനെ സഹായിച്ചുകൊണ്ട് ആ വിൽക്കുന്നതിൽ നിന്നുള്ള ചെറിയൊരു കമ്മീഷൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് പണം ഉണ്ടാക്കിക്കൂടെ? അങ്ങനെയുള്ള എങ്ങനെകളെ കുറിച്ച് ചിന്തിക്കണം. മനസ്സിലാവണ്ടോ? സാധ്യതകളെ കുറിച്ച്. അപ്പൊ പണം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരാള്, പണമില്ലാത്ത ഒരാൾ എന്ത് ചെയ്ത് പണം ഉണ്ടാക്കിയോ? യെസ് ഓർ നോ? പണമില്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എന്റെ അടുത്ത് പണമില്ല, എന്റെ അടുത്ത് പ്രോഡക്റ്റും ഇല്ല, പക്ഷെ പ്രോഡക്റ്റ് ഉള്ള ഒരാളുണ്ട്, അയാൾക്ക് വിൽക്കാൻ അറിയില്ല, അയാൾക്ക് വിൽക്കാൻ പ്രയാസമുണ്ട്. യെസ് ഓർ നോ? അയാൾക്ക് വിൽക്കാൻ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് വിൽക്കാൻ എന്നും കൂടുതൽ വിൽക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുള്ള ഒരാളെ, പ്രയാസമുള്ള ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷെ കൂടുതൽ വിൽക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അയാൾക്ക് വിൽക്കാൻ അറിയാം, പക്ഷെ കൂടുതൽ വിൽക്കാനും ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാണ്? അയാൾക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു. നമ്മൾ സഹായിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം? നമുക്ക് ഈ ശരീരം മതി, നമ്മുടെ ഈ ബുദ്ധി മതി, നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് മതി, ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടാനുള്ള ഒരു മൈൻഡ് മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സംസാരിക്കുന്നു, ആളെ വിളിക്കുന്നു. എങ്ങനെ? ഫോണിലൂടെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. യെസ് ഓർ നോ? നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്. യു ആർ ഓൾറെഡി റിസോഴ്സ്ഫുൾ ഇനഫ്. നിങ്ങൾ ജീവിക്കുന്നത് ഈ ലോകത്താണ്, ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള, ഇത്രയും നല്ല അവസരങ്ങളുള്ള ഒരു ലോകത്താണ് നിങ്ങൾ ഓൾറെഡി ജീവിക്കുന്നത്. സോ യു കൻ നോട്ട് ഗിവ് എൻ എക്സ്ക്യൂസ്. സ്കില്ലുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. യൂട്യൂബിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വിൽക്കാം എന്നുള്ളത് പഠിക്കാൻ പറ്റും. യു ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. യു ഡോണ്ട് നീഡ് മണി ഫോർ ദാറ്റ്. യു ഡോണ്ട് ലോട്ട് ഓഫ് മണി ഫോർ ദാറ്റ്. ഇപ്പോൾ ഉള്ള ഇന്റർനെറ്റും ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളും ഇപ്പോൾ ഉള്ള സംഗതികളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടുന്ന പല സംഗതികളും ഉണ്ട്. യു ക്യാൻ. യെസ് ഓർ നോ? സോ വഴിയില്ല എന്ന് ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ റിയാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അത് പറഞ്ഞു വരുന്നത് റിസോഴ്സ്ഫുൾനെസ് എന്ന് പറയുന്ന കഴിവിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി വെച്ചിട്ട് നിങ്ങൾ എന്തേ സ്വയം വെറുക്കരുത്. നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾക്ക് ഏത് നിമിഷവും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വെൻ യു ഡിസൈഡ്, യു ക്യാൻ ചേഞ്ച് ഇറ്റ്. സോ സ്റ്റാർട്ട് ലവിങ്. യു ആർ അമേസിംഗ്. യു ആർ ബ്ലഡി ഗിഫ്റ്റഡ്. യു ആർ അമേസിംഗ്. You are amazing. Don't blame yourself. You are so gifted. You are so talented. We are so talented. We all are so talented. പെണ്ണാണെന്നോ അല്ലെങ്കിൽ സ്ത്രീയാണെന്നോ വീട്ടമ്മയാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഭർത്താവാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ
കഴിവിൽ പരാജയപ്പെട്ടവനാണെന്നോ അറിവില്ലാത്തവനാണെന്നോ 10ാം ക്ലാസ്സും ഗുസ്തിയാണെന്നോ അല്ലെങ്കിൽ അധികം പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഡസന്റ് മാറ്റർ. When you start loving yourself, when you start believing yourself, when you try to നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുമ്പോൾ, നിങ്ങളെ സെൽഫ് ലവ് ഇട്ട് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയിട്ട് നിങ്ങളുടെ കഴിവെന്ന് പുറത്തേക്ക് വന്ന് നിങ്ങളിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സ്ഫുൾനെസ്സും സ്കില്ലും സംഗതികളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഐ ആം ബിക്കമിങ്, ഞാൻ ആരായി മാറുന്നു, എത്രത്തോളം ചേഞ്ച് ആയി എൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളം രീതിയിലുള്ള മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തെയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് വരികയാണ്. എസ് ഓർ നോ? എത്ര പേർക്ക് ഈ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്? എസ് ഓർ നോ പറ. ഇല്ലേ? ചേഞ്ച് ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ആരായിരുന്നു ഇതിന്റെ ഈ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് ആരായിരുന്നു? ഇപ്പൊ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഓരോ ദിവസം കഴിയുന്തോറും യു ആർ തിങ്കിങ് ഷാർപ്പ്, യു ആർ ബെറ്റർ, യു ആർ സ്മാർട്ടർ, യു ആർ പവർഫുൾ, യു ആർ കേപ്പബിൾ. And I can see that. And you should see that for yourself. See the growth, see the change, and go for it. You will achieve greater things. So you can change your reality. So start loving yourself in such a way that you are worth more than what you believe. നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാളും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. കാരണം ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള, ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർക്കൊക്കെ 2 കണ്ണും കയ്യും മൂക്കും കാലും ഇതേ ബുദ്ധിയാണ് ഉള്ളത്. അവർക്കുള്ള അതേ ബുദ്ധി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു ആടോ കോഴിയോ പോത്തോ ആയിട്ടല്ല ജനിച്ചുകൊണ്ടിരിക്കുന്നത്. യു ആർ എ ഹ്യൂമൻ ബീയിങ്. നിങ്ങളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. യു ഹാവ് എ സ്കിൽ, യു ഹാവ് കേപ്പബിലിറ്റി. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ? പണിയെടുക്കാൻ തയ്യാറാണോ? ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ടാലന്റിലല്ല കാര്യം. നിങ്ങൾ ഭയങ്കര ടാലന്റ് ഉള്ള കുറേ ആൾക്കാരുണ്ടാവാം, ചില ടാലന്റ് ഭയങ്കര സ്കില്ലുള്ളവരുണ്ട്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ഹാർഡ് വർക്ക് ഓൾവേസ് ക്യാൻ ബീറ്റ് ദ ടാലന്റ്. ടാലന്റ് ഉള്ള ആൾക്കാരെ തോൽപ്പിക്കാൻ കഴിയും ആർക്ക്? ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. മനസ്സിലാവുന്നുണ്ടോ? പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ തോൽപ്പിച്ച് കളയുന്നത് മറ്റുള്ളവർ. ഹി വർക്ക് ലൈക്ക് എനിത്തിങ്. അദ്ദേഹത്തെക്കാളും നല്ല നാച്ചുറൽ ആയിട്ട് ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അഭിനേതാവാണ് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബ്രദർ. നമുക്കറിയാം ആരാണ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്തിൽ കരിയർ വൈസ് നിൽക്കുന്നത്. ഞാൻ ഒരാളെ മോശമാക്കി പറയല്ലോ കേട്ടോ. അതായത് അവനവൻ വർക്ക് ചെയ്യാൻ തയ്യാറാണോ? പണിയെടുക്കാൻ തയ്യാറാണോ? ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനെ ബെറ്ററാക്കി കൊണ്ടുവരാം. അതിലേറെ ബെറ്റർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു തവണ വന്നിട്ട് സ്കില്ല് അറിയാത്ത ഒരാൾ പഠിച്ച് അത് ബെറ്ററാക്കി കൊണ്ടുവന്ന ഒരാളാണ് ഫഹദ് ഫാസിൽ. ഹി വർക്ക്സ് ഓൺ ഇറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇവരൊന്നും അല്ലാത്ത ആൾക്കാർ എത്രയോ എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. കബീബ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ലെവലുള്ള ഒരു ഫിറ്റ്നസ് ഈ പറഞ്ഞിരിക്കുന്ന MMA ബോക്സിംഗ് ചാമ്പ്യൻ ഉണ്ട്, മിക്സ്ഡ് മാർഷൽ ആർട്സ് ചാമ്പ്യൻ. അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഫാദർ എപ്പോഴും അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യു ഹാവ് ടു വർക്ക് ഹാർഡ്, പ്രാക്ടീസ്. 2 നേരം പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിന് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നതിലൂടെയാണ്. സോ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? യു ക്യാൻ ബി റിസോഴ്സ്ഫുൾ. ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കും. സോ നിങ്ങളുടെ റിയാലിറ്റി ചേഞ്ച് ചെയ്യും. സോ ഡോണ്ട് വറി. Have self-love. Don't hate yourself. Okay? അടുത്തത് എന്താണ്? അപ്പൊ നിങ്ങളുടെ ലുക്കോ നിങ്ങളുടെ സിറ്റുവേഷനോ ഒന്നും ഒരു പ്രശ്നമല്ല. യു ഷുഡ്. നെക്സ്റ്റ് എന്താണ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോസസ് യുവർ ഫിയേഴ്സ്. പേടികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ സ്വയം വെറുക്കാൻ തുടങ്ങും. നമ്മളുടെ ഫിയേഴ്സിനെ, നമ്മുടെ ഭയപ്പെടുന്ന സംഗതികളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? റിജക്റ്റ് ചെയ്യരുത്. അതിനെ റെസിസ്റ്റ് ചെയ്യരുത്. അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളുടെ ഫിയറിനെ നമ്മൾ ചോദ്യം ചെയ്യണം. അതിനെ എതിർക്കരുത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ എതിർക്കരുത്, റിജക്റ്റ് ചെയ്യരുത്. അതിനെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല, അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല. അത് ഉണ്ട് എന്നുള്ളത് ആദ്യം അക്സെപ്റ്റ് ചെയ്യും. യെസ്, എനിക്ക് ഇങ്ങനെ ഒരു ഭയമുണ്ട്. ഈ ഭയം നമ്മളെന്ത് ചെയ്യും? സെൽഫ് ഹേറ്റിലേക്ക് നയിക്കും. ഞാനൊരു ഭീരുവാണല്ലോ എന്ന ചിന്തയിലേക്ക് പോകും. അതല്ലെങ്കിൽ നമ്മളത് ഡൗൺ ആകുമ്പോൾ പിന്നെ അത് സെൽഫ് ഹേറ്റിലേക്ക് പോകും.
അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഭയമുണ്ട് എങ്കിൽ നമ്മൾ ആ ഭയത്തെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിലേക്ക് അതെന്താണ് എന്നുള്ളത് എഴുതി വെച്ച് അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അനലൈസ് ചെയ്തിട്ട് എന്തുകൊണ്ട് ആ ഭയം വരുന്നു, അത് 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 പലപ്പോഴും എന്താ വെച്ചാൽ ആ ഭയം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ് ആയിരിക്കും. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ്, അത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചിലപ്പോൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഭയം എന്താണ്, അത് റിയാലിറ്റി അല്ല, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണ്. വിശ്വരണോ? അതിങ്ങനെ സംഭവിക്കുകയോ അങ്ങനെ സംഭവിക്കുകയോ നമുക്ക് അറിയില്ല. നമുക്ക് അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ചിന്തിക്കരുത്. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം, ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും, ഇനി അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് അനലൈസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അത് മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യും, സെൽഫ് ഹെയ്റ്റിലേക്ക് കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ ഡൗൺ ആക്കുന്നതിലേക്ക് എത്തിക്കും, നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്നതിലേക്ക് എത്തിക്കും, നിങ്ങളെ പാരലൈസ് ആക്കുന്നതിലേക്ക് എത്തിക്കും. സോ ഡോൺ. അപ്പൊ ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാവും, ദാറ്റ്സ് ഓക്കെ. ചില സമയത്ത് ഭയം വന്നിട്ട് ഡൗൺ ആയി പോകും. ആ നേരത്തെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, യു നീഡ് ടു ടോക്ക് ടു സംവൺ എൽസ്. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോട്, യു നീഡ് ടു ടോക്ക് ടു സംബഡി. അവരോട് സംസാരിക്കാൻ, ഇങ്ങനെ ഒരു ഭയം വരുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. ഡീൽ വിത്ത് യുവർ പ്രോബ്ലംസ്. പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ട് എന്താ വെച്ചാൽ ഡീൽ ചെയ്യാം. You got it? You have to deal with your problems and then it will help you. It will help you because that's the only way we can help each other. ആ രൂപത്തിലൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. എനിവേ, ഞാൻ ഇതിനിടയിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭയങ്ങൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ, നമ്മളുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. 10 days കോച്ചിങ് ആണ്. 10 days ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മൈൻഡ് പവർ കോച്ചിങ് വരുന്നുണ്ട്. ആ കോച്ചിങ്ങിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. 7,000 rupees ആണ് അതിന്റെ ഫീ വരുന്നത്. അതിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വരിക. 7,000 rupees ഫീ വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കോച്ചിങ് അസിസ്റ്റന്റിനെ വെച്ച് തരും. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാമിലൂടെ വന്നു കഴിഞ്ഞാൽ ഇൻ ഡെപ്തിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് എന്ത് പഠിപ്പിക്കുക. അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ആക്ച്വൽ ഫീ വരുന്നത് 10,000 rupees ആണ്. അതിന്റെ ഡിസ്കൗണ്ടർ പ്രൈസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 7,000 rupees എന്ന് പറയുന്നത്. അപ്പം ഒരു ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വരുന്ന മാസം 5-ാം തീയതിയാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. 10 days ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ്. നിങ്ങളുടെ ലൈഫ് ശരിക്കും നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന, നിങ്ങളുടെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുന്നു, നിങ്ങളുടെ ട്രോമകൾ റിമൂവ് ചെയ്യുന്നു, അതേപോലെ തന്നെ നിങ്ങളെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ കൂടുതൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്സുകളും മെത്തേഡുകളും സംഗതികളും പഠിപ്പിച്ചു തരുന്നു. സെൽഫ് ഡിസിപ്ലിൻ വർക്ക് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ട് നിങ്ങളുടെ വർക്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഡബിൾ ഫോക്കസോട് കൂടിയിട്ട്, ട്രിപ്പിൾ ഫോക്കസോട് കൂടിയിട്ട്, ക്വാഡ്രിപ്പിൾ ഫോക്കസോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്സുകളും മെത്തേഡുകളും പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് ആവട്ടെ, നിങ്ങളുടെ ഹെൽത്ത് ആവട്ടെ, നിങ്ങളുടെ ഫാമിലി ലൈഫ് ആവട്ടെ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ആവട്ടെ, ഇതെല്ലാം നല്ല രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാൻ, ഒരു ലൈഫ് പ്ലാൻ ടോട്ടലി ക്രിയേറ്റ് ചെയ്തിരുന്ന ഇൻ ഡെപ്തിൽ വർക്ക് ബുക്ക് ഉള്ള പേഴ്സണൽ കോച്ചിങ് നൽകുന്ന പ്രോഗ്രാമാണ് കം ആൻഡ് ജോയിൻ ആൻഡ് അറ്റൻഡ്. ഡോണ്ട് ഫർഗെറ്റ്. അതിൽ എന്ത് ചെയ്ത് മറക്കരുത്. അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, നമ്മുടെ അഡ്മിന്മാർ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ 5 ദിവസം, ജൂൺ 5-നാണ് ആരംഭിക്കുന്നത്. 10 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ വിത്ത് മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സ് ആണ്. അതിൽ ഡെപ്തിൽ നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ട്രോമ ഹീലിംഗ്, അതേപോലെ തന്നെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ ബ്രേക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ ലൈഫിലേക്ക് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്, നിങ്ങൾക്ക് ഗോളുകൾ ഇൻ ഡെപ്തിൽ സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. കം ആൻഡ് അറ്റൻഡ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഒരു ഇൻഫർമേഷൻ എന്നുള്ള ആൾക്ക് പാസ് ചെയ്തേ ഉള്ളൂ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ആർ യു റെഡി? സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പോയിന്റ്. ആ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, നമ്പറിൽ എന്ത് ചെയ്യാം, ബന്ധപ്പെടുക, മെസ്സേജ് അയക്കുക, രജിസ്റ്റർ യുവർ ഡീറ്റെയിൽസ് ആൻഡ് ഗിവ് ഡീറ്റെയിൽസ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഐ എം റെഡി ടു ഹെൽപ്പ് യു. ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു. ലെറ്റ്സ് ഗ്രോ ടുഗെദർ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. Okay, these are the techniques I want to teach you. Okay, അതിപ്പം വൈകാതെ തന്നെ നമ്മുടെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. I want you to participate in the meetup and change your life. Okay, so finally നമുക്ക് ഇനി പറയാനുള്ള പോയിന്റ് എന്താണ്, ഫേസ് യുവർ ഫിയേഴ്സ്. നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ട്രസ്റ്റ് യുവർ സെൽഫ് ടു മേക്ക് ഗുഡ് ഡിസിഷൻ ഫോർ യുവർ സെൽഫ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സെൽഫ് ലവിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് പരാജയങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ നമ്മളെ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കും. എസോർണോ? ഹലോ, നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പരാജയങ്ങൾ വന്നു, ഒരുപാട് പ്രയാസങ്ങൾ വന്നു, ഒരുപാട് ഫെയിലിയർ വന്നു, ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തു, എനിക്ക് ഇത്രയും മണ്ടത്തരങ്ങൾ സംഭവിച്ചു പോയല്ലോ എന്ന രീതിയിൽ നമ്മളെ ജഡ്ജ് ചെയ്യും, നമ്മളെ വില കുറച്ച് കാണും.
അങ്ങനെ നമ്മൾ വില കുറച്ച് കാണുന്നതോടുകൂടി അത് സെൽഫ് ഹെയ്റ്റ് ആയിട്ട് മാറും. സെൽഫ് ലവിന് പകരം നമ്മൾ കൂടുതൽ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അങ്ങനെ പോകരുത്. അങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെൽഫ് ലവ് കൊടുക്കണം. നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് യു. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങണം. എങ്ങനെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക? അതിന് ചെയ്യണം എന്ന് വെച്ചാൽ, ട്രസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എന്ന് വെച്ചാൽ കാമായിരിക്കണം. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ നൽകുന്നത്. മെഡിറ്റേഷനിൽ നമ്മുടെ മോർണിംഗ് മെഡിറ്റേഷനിൽ പങ്കെടുക്കുക, സ്വയം സ്നേഹിക്കുക, സ്വയം ഇഷ്ടപ്പെടുക. അങ്ങനെ കാമായി മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾ കാമായി വരുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതി നിങ്ങൾ കാമായിട്ട് വരുമ്പോൾ, ആ കാമായിട്ടുള്ള മാനസികാവസ്ഥയിൽ വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ, നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഉയർത്തപ്പെടും. ആത്മീയപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നല്ല രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മാനസികമായിട്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ, മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇൻറ്റ്യൂഷൻ. നല്ല ഐഡിയകൾ തോന്നും, നല്ല ആശയങ്ങൾ തോന്നും, അതിലെ ട്രസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പിന്നാലെ പോകണം. വെൻ യു ടേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, ഡൗട്ട് അടിക്കാതിരിക്കുക. ട്രസ്റ്റ് യുവർ സെൽഫ്. ദാറ്റ് ഈസ് ആൾസോ അനദർ വേ ടു കൾട്ടിവേറ്റ് സെൽഫ് ലവ്. സെൽഫ് ലവ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രസ്റ്റ് ചെയ്യണം. യു ഹാവ് ടു ട്രസ്റ്റ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. ഇനി അതിന്റെ ഔട്ട്കം എന്തായാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്, അത് അനുഭവിക്കാൻ ഞാൻ ഓക്കെയാണ്. അതിൽ ചിലപ്പോൾ നഷ്ടവും ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. ബി റെസ്പോൺസിബിൾ. മനസ്സിലാവുന്നുണ്ടോ? അതിലെന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം എത്രത്തോളം നഷ്ടം ഉണ്ടാകും എന്നുള്ളത്. മാക്സിമം എത്രത്തോളം നഷ്ടം ഉണ്ടാകും എന്ന് എനിക്കറിയാം. ആൻഡ് ദാറ്റ്സ് ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക? ട്രസ്റ്റ് യുവർ സെൽഫ് ടു മേക്ക് ഗുഡ് ഡിസിഷൻ. നമ്മൾ നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് റൈറ്റ് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ചില സമയത്ത് നല്ല ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കാം, പ്രയാസം നിറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കാം. ചില കാര്യങ്ങളോട് നോ പറയേണ്ടി വരും, അല്ലെങ്കിൽ ചില ആൾക്കാരോട് നോ പറയേണ്ടി വരും, ചില വ്യക്തികളോട് നോ പറയേണ്ടി വരും, ചില കസ്റ്റമേഴ്സിനോട് നോ പറയേണ്ടി വരും, ചില ബന്ധുക്കളോട് നോ പറയേണ്ടി വരും. യെസ് ചില ആൾക്കാരെ പിരിച്ചുവിടേണ്ടി വരും നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന്. ചില ആൾക്കാരോട് ലൈക്ക് നോ പറഞ്ഞ് പോകേണ്ടി വരും. ചില ആൾക്കാരുമായിട്ട് എന്താ വെച്ചാൽ, അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു വിശ്വാസത്തെ, നമ്മുടെ ആ ഒരു തിങ്കിങ്ങിനെ, നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ ട്രസ്റ്റ് ചെയ്യും. വിഷമമുള്ള കാര്യമായിരിക്കാം, പേടി ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം, എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു, then trust the process. If that is the right thing to do, trust the process. Trust your decision. നിങ്ങളുടെ ഡിസിഷനെ നിങ്ങൾ വിശ്വസിക്കണം. And that is a self respect, and that is a self love that you can give to yourself. ഹലോ, ക്ലിയർ ആണ്? ഇപ്പോ സെൽഫ് ലവില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നും പുതിയത് പഠിക്കാൻ പറ്റിയോ? ഡിഡ് യു ഗെറ്റ് ന്യൂ നോളജ്? ക്ലിയർ ആണോ? ഡിഡ് യു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്? ഫൈനൽ ആയിട്ടൊരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ എത്ര പോയിന്റ് ആയി? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എഴുതി വെച്ചിട്ടുണ്ടോന്ന് അറിയാലോ. എത്ര പോയിന്റ് ആയി? എത്ര പോയിന്റ് ആയി? Just let me know. How many points are there? Just give me a number. എത്ര പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തു? Just give me the numbers. എത്ര പോയിന്റ് ആയി? 5 പോയിന്റ് ആയി. ചിലർക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഗിവ് മീ ദ നമ്പേഴ്സ്. നമ്മളെ സംബന്ധിച്ച് ഞാനിവിടെ ഏകദേശം എന്റെ കണക്ക് പ്രകാരം ഞാനിവിടെ 8 പോയിന്റ്സുകൾ, പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് എന്ന് വെച്ചാൽ ചില പോയിന്റ്സുകൾ അഡീഷണലി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അഡീഷണലി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിലർക്ക് 5 പോയിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഡോണ്ട് വറി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, യു ആർ ഇമ്പോർട്ടൻറ്റ്. യു ആർ എ വെരി ഇമ്പോർട്ടൻറ്റ് ബീയിങ്. യു ആർ നോട്ട് സ്മോൾ. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല രീതിയിൽ ടാലന്റഡ് ആയിട്ടുള്ള, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ഡോണ്ട് ലൂസ് ഹോപ്പ്. യുവർ ബ്രൈറ്റർ ഫ്യൂച്ചർ ഈസ് അഹെഡ്. ബ്രൈറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയില്ല എങ്കിൽ പോലും
നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജോലി ഒന്നുകൂടെ മികച്ച രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, പണിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിരന്തരം എഫോർട്ട് ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ട് പണം മുടക്കാൻ നീ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ട് രാവിലെ പകലില്ലാതെ അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, you have a bright future ahead of you. Don't worry. You are safe. You are safe. You are on the right track. I am on the right track. എല്ലാവരും ഒന്ന് കൈവച്ച് എങ്ങനെ ഇന്നലെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് I am on the right track. I am on the right track. I love myself. I'm on the right track. I know it's not easy now. I know it's hard, and that's okay. I love myself. What a happy. I just love myself. I love myself. I accept myself. I forgive myself completely, genuinely, sincerely. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. I love myself. I accept myself. I forgive myself completely, genuinely, sincerely. All right, take a deep breath and relax and start your day in such a beautiful way. Beautiful item. You are safe. Para, I am safe. 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 I am the right track. One day I will. ഒരു ദിവസം എല്ലാം വൺ ഡേ എല്ലാം റെഡിയായി വരും. ഓരോ ദിവസവും ഞാൻ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ സിൻസിയറായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റയടിക്ക് നേരെ ഇതിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ച്